നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് ചില സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന ഒരു തീരുമാനമോ 2001 കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നടത്തേണ്ടി വന്നില്ല. അന്ന് കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ നേതാവായ KM മാണിക്ക് പോലും ധനകാര്യം കിട്ടിയില്ല. റവന്യൂവും നിയമവും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ഈ പുതിയ ടീമിനെ കൃത്യമായി വാർത്ത ഉടച്ച് അതിന് ദേശീയ നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവരെ വിന്യസിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കം വിജയം കാണാതെ പോകില്ല എന്നുള്ളത് തീർച്ച. 2 തവണയായി ഇടതുപക്ഷത്തിന്റെ ഭരണം വലിയ രീതിയിൽ അരാജകത്വം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 4 കോർപ്പറേഷനിൽ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ വലിയ മുൻതൂക്കം നേടിയെടുക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ് മൂന്നാമതായി പോയ തൃശ്ശൂർ മേഖലയിൽ പോലും അവർ 1-ാം സ്ഥാനത്തേക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഈ രാജ്യത്ത് വോട്ടർമാരെ മറ്റ് പല മണ്ഡലങ്ങളിലും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർ നോട്ടം വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസികൾ, ലോക്സഭാ മണ്ഡലങ്ങൾ അവർ നേടിയെടുക്കും എന്ന് BJPയുടെ ചില പ്രാദേശിക നേതാക്കൾ ചാനലിൽ വാഗ്വാദം പറഞ്ഞതുപോലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം 2026 ജനവിധി എഴുതാൻ. അതിൻ്റെ കൂടി സാഹചര്യം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ നീക്കങ്ങളും അവലംബിക്കുന്നത് എന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ UDFന്റെ മത്സരിക്കാനുള്ള അവരുടെ പോസിറ്റീവ് ഓറ വർദ്ധിപ്പിക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവരിലെ ഓരോ സ്ഥാനാർത്ഥികൾക്കും വിന്നബിലിറ്റി എന്നത് പ്രായോഗികമാകുന്ന സാഹചര്യമാണ്. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ഇത്രയധികം സീറ്റുകൾ നേടിയെടുക്കുന്നത്? അതിൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും നേടിയെടുക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലടിയാണ് എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ പേരിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുത്താൻ ഇപ്പോൾ ജനങ്ങൾ തയ്യാറല്ല. തമ്മിലടിയോ എന്തോ ആകട്ടെ, ഇനി ഈ ദുർഭരണം വേണ്ട എന്ന ഇടതുപക്ഷത്തിന് മേലുള്ള ജനങ്ങളുടെ ഈ വാളോങ്ങൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതാക്കൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് ഇമേജ്. അത് കളഞ്ഞു കുളിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് AICC നേതൃത്വം ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത്. KCയെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് അടിയുറച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഇനി കോലിട്ടിളക്കില്ല. ശശി തരൂറും പറയുന്നു. എന്നാൽ ശശി തരൂരിനെ ആരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവായി MP ആയി മാത്രമേ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കാൻ പോലും തയ്യാറുള്ളൂ. കാരണം പ്രാദേശിക വിഷയങ്ങളെ ചൊല്ലി ശശി തരൂറിന് ആ ബാറ്റൺ കൈമാറേണ്ട അവസ്ഥ കോൺഗ്രസിനില്ല. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ കോർപ്പറേഷനിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും വിജയം ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും.